നമ്മളെല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ലോകത്തെ ഏറ്റവും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് പാരൻസിന്റെ ആണെന്ന്. നമുക്ക് ലവിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ഒരു വ്യക്തിയെ അയാളായി എക്സിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറയുന്നത്. അയാളുടെ ഒപ്പീനിയൻസിനെ, അയാളുടെ ഇഷ്ടങ്ങളെ, അയാളുടെ ഡിസിഷൻസിനെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് പറയും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബോധർ ചെയ്ത് കുട്ടികളുടെ പല തീരുമാനങ്ങളോടും ഇഷ്ടങ്ങളോടും നോ പറയുന്ന പാരൻസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എല്ലാ പാരൻസിന്റെ ലവും അൺകണ്ടീഷണൽ ആണെന്ന് പറയാൻ സാധിക്കുന്നത്? സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെൻ ലവ് ഹേർട്സ്, ദ ഇമോഷണൽ അബ്യൂസ് ഹിഡൻ ഇൻ പാരന്റിങ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ്, സെൽഫ് വർത്ത്, ഇമോഷണൽ സേഫ്റ്റി ഇതിനെല്ലാം ഡാമേജ് ചെയ്യിക്കുന്ന രീതിയിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ, അത് ആരിൽ നിന്നും ആവാം. പാരൻസിൽ നിന്നാവാം, അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നാവാം, ഫ്രണ്ട്സിൽ നിന്ന്, ആരിൽ നിന്നും ആവാം. അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിനെയാണ് നമ്മൾ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാരന്റിങ്ങിൽ അവർ ചെയ്യുന്ന കുറച്ച് ഇമോഷണൽ അബ്യൂസിന്റെ കോമൺ ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോൺസ്റ്റന്റ് കമ്പാരിസൺ. നമ്മൾ നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാം. നമ്മുടെ കുട്ടികളെ അവരുടെ സിബ്ലിങ്സ് ആയിട്ടും കസിൻസ് ആയിട്ടും നെയ്ബേഴ്സ് ആയിട്ടും ക്ലാസ്മേറ്റ്സ് ആയിട്ടും ഒക്കെ കമ്പയർ ചെയ്യാറുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് കളർ ഡിസ്ക്രിമിനേഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർ അല്ലെങ്കിൽ ലൈറ്റർ സ്കിൻ ടോൺ ഉള്ളവരാണ് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർ കാണാൻ ഭംഗിയില്ലാത്തവരാണെന്ന്. അപ്പോൾ നമ്മൾ ആ രീതിയിലും കുട്ടികളെ കമ്പയർ ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് റെസ്പെക്ട് ദെയർ ഡിസിഷൻസ്. നമ്മൾ പലപ്പോഴും ഈ പാരൻസിന്റെ കേസ് എടുക്കുമ്പോൾ അവർ കുട്ടികളുടെ ഡിസിഷൻസിനെ പല ആളുകളും റെസ്പെക്ട് ചെയ്യാറില്ല. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ടീനേജേഴ്സിനെയാണ്. അതായത് നമ്മളിപ്പോൾ 10th കഴിയുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ +2 കഴിയുന്ന ഒരു കുട്ടി, ഡിഗ്രി കഴിയുന്ന ഒരു കുട്ടി, ഇവർക്കൊക്കെ അവർക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്കൊരു ധാരണ ഉണ്ടാവും. പക്ഷെ ഇവർ കുട്ടികളാണ്, ഇവരെടുക്കുന്ന ഡിസിഷൻ തെറ്റായി പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ വിടും. പക്ഷെ അത് അവരുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ ഇരിക്കുകയാണെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല.